നിസ്തുല്യനായ കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ള എല്ലാവരുമേ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ പഠനം തുടരുവാൻ തക്കവണ്ണം സ്വർഗം നമ്മളോട് കാണിക്കുന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 7 അധ്യായങ്ങൾ പിന്നിടുവാനായിട്ടും ഇന്ന് 8ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടും സ്വർഗം നമ്മളെ സഹായിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ തിരുവചനത്തിന് മുമ്പിൽ നമുക്ക് ആയിരിക്കാം. 8ാമത്തെ അധ്യായം ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തീർക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. കാരണം പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ച് പല ആവർത്തി ഈ അധ്യായത്തിലൊക്കെ വന്ന് കടന്നു പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗം നമുക്കിത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് കൂടെ കഴിയുന്നതായ ഒരു അധ്യായം ആയതുകൊണ്ടുകൂടി വളരെ വേഗം ഈ അധ്യായം ഇന്ന് പൂർത്തീകരിക്കാനായിട്ട് കഴിയും എന്ന് കർത്താവിൽ പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് ദൈവാസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നുകൊണ്ട് ഈ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 8ാമത്തെ അധ്യായം ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദാനിയേൽ എന്ന് എനിക്ക് ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം ബേൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനം ഉണ്ടായി. ഞാനൊരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിൽ ആയിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായി നദീ തീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാകുന്നവനും ആരുമില്ല. അതിഷ്ടം പോലെ ചെയ്തു വമ്പ കാട്ടിപ്പോന്നു. 7ാമത്തെ അധ്യായത്തിൽ കർത്താവിന് ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേൽ ബാബേൽ രാജാവായ ബേൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ കണ്ടതായ ദർശനത്തെ കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വന്നത്. 8ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പ്രാരംഭ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ബാബേൽ രാജാവായിട്ടുള്ളതായ ബേൽശസ്സറിന്റെ 3-ാം ആണ്ടിൽ, 7ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ആണ്ടിലാണ് ദർശനം കാണുന്നത്. ഇവിടെ വന്നപ്പോൾ അടുത്ത ഒരു ദർശനം, അത് ബേൽശസ്സറിന്റെ തന്നെ ഭരണകാലത്ത് 3-ാം ആണ്ടിലാണ് തനിക്ക് ലഭിക്കുന്നത്. ഈ കാലയളവിൽ താൻ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് ഞാനൊരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായി നദീ തീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. നെബൂഖദ്നേസറിന്റെ കാലശേഷം ദാനിയേൽ തന്റെ വിശ്രമകാലം ആരംഭിക്കുകയാണ്. ബാബിലോണിലെ രാജാക്കന്മാരുടെ വിശ്രമ കാലയളവ് കഴിക്കുന്നതായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ശൂഷൻ രാജധാനി എന്ന് പറയുന്ന സ്ഥലം. ബാബേൽ രാജാക്കന്മാരും അതുപോലെ ബാബേൽ സംസ്ഥാനത്തിലെ ആ സാമ്രാജ്യത്തിലെ പ്രോമിനന്റ് ആയിട്ടുള്ളതായ ഭരണാധികാരികളൊക്കെ തങ്ങളുടെ വിശ്രമകാലം കഴിക്കുന്നതായിട്ടുള്ള ഒരു പ്രദേശം. ബാബിലോണിലെ ഈസ്റ്റേൺ സൈഡാണ് ഈ പറയുന്നതായിട്ടുള്ള ഏലാം സംസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ മുതൽ അങ്ങ് പേർഷ്യ വരെ നീണ്ടു കിടക്കുന്നതായ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ശൂഷൻ രാജധാനിയിലാണ് ദാനിയേൽ പ്രവാചകൻ തന്റെ വിശ്രമകാലം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ താൻ കൂടുതൽ സമയവും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും മറ്റുമായിട്ട് ചെലവഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. ഓർക്കണം, താൻ ഒരു വയോധികനായിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. ഏകദേശം ഒരു 85 വയസ്സ് മേൽ പ്രായമുള്ളതായ ഒരു വ്യക്തിത്വം കൂടെയാണ് ഇപ്പോൾ ദാനിയേൽ എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ തന്റെ വിശ്രമകാലം, തന്റെ റിട്ടയർമെന്റ് പീരീഡ് വളരെ ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ടും സമാധാനത്തോടുകൂടി ആയിരിക്കാനായിട്ടും കഴിഞ്ഞ കാലത്താണ് താന് ഈ ദർശനം, ഇപ്രകാരമുള്ളതായ ദർശനം കാണുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്തിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദർശനത്തിൽ താൻ കാണുന്നത് ഊലായി നദീ തീരത്ത് താൻ നിൽക്കുന്നു. ഈ ഊലായി നദി എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് റിവറിന്റെ മറ്റൊരു പേരാണ് എന്ന് പറയപ്പെടുന്നു. ഈ ഊലായി നദി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കാണുന്നത് താൻ ഈ ഊലായി നദീ തീരത്ത് നിൽക്കുന്നു, അഥവാ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് താൻ നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് താൻ തല പൊക്കി നോക്കിയപ്പോൾ കാണുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. നമ്മൾ പല ആവർത്തി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നെബൂഖദ്നേസറിന്റെ സ്വപ്നം മുതൽ പല പ്രാവശ്യം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി.
നെബൂഖദ്നേസർ കണ്ടതായിട്ടുള്ള സ്വപ്നത്തിൽ ഒരു ബിംബം ഉണ്ടായിരുന്നു, ഇമേജ്. ആ ഇമേജിൽ തല സ്വർണം കൊണ്ടായിരുന്നു, തലയ്ക്ക് ശേഷം വെള്ളി കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള 2 കൈകളും നെഞ്ചുമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതിന്റെ പല ആവർത്തികൾ നമ്മൾ കടന്നു വന്നു. പിന്നീട് ദാനിയേല് കണ്ടതായിട്ടുള്ള ദർശനത്തില് ആദ്യം സിംഹത്തെ കണ്ടു, പിന്നീട് കരടിയെ കാണുന്നതായിട്ടുള്ള രംഗം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ആ കരടി ഒരു പാർശ്വം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നതായിട്ടുള്ള രംഗം നമ്മൾ പല ആവർത്തി കണ്ട് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇവിടേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ഇവിടെ കാണിക്കുന്നത് ഒരു ആട്ടുകൊറ്റനെയാണ് അവിടെ കാണിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു റാം, ആട്ടുകൊറ്റൻ. ആ ആട്ടുകൊറ്റൻ എന്താണ്? അത് നദീതീരത്ത് നിൽക്കുന്നു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ശൂഷൻ രാജധാനിയിൽ ആയിരിക്കുന്നതായിട്ടുള്ള വേളയിൽ യൂഫ്രട്ടീസ് റിവറിന്റെ നദീതീരത്ത് താൻ നിൽക്കുമ്പോൾ താൻ കാണുകയാണ് അവിടെ ഒരു ആട്ടുകൊറ്റൻ നിൽക്കുന്നു. അതിന് 2 കൊമ്പുള്ളതായ ഒരു ആട്ടുകൊറ്റൻ. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഒന്ന് ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു, ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ഇത് വ്യാഖ്യാനിച്ച് കിട്ടാൻ വലിയ പ്രയാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ അധ്യധ്വാനമൊന്നും അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി പരിശുദ്ധാത്മാവ് അത് വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് തന്നെ ദൈവദൂതൻ മുഖാന്തരം അത് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്. 20-ാമത്തെ വാക്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 20-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി അതിന്റെ പുറത്ത് കിടന്ന് ഒരുപാട് സമയം കളഞ്ഞ് തല ചൂടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. തല ചൂടാക്കാതെ തന്നെ കർത്താവ് അതവിടെ കൃത്യമായിട്ട് കാണിച്ചു തന്നിരിക്കുക. നീ കണ്ട ആട്ടുകൊറ്റൻ അത് പാർസ്യ രാജാക്കന്മാരെ, മേദ്യ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നു. ഈ പാർസ്യ രാജാക്കന്മാരുടെ എംബ്ലം ഒക്കെ എടുത്ത് നോക്കുന്നതായിട്ടുള്ള സമയത്ത് അവർക്ക് ആട്ടുകൊറ്റന്റെ എംബ്ലം ആയിരുന്നു അവരുടെ രാജ്യത്തിന്റെ നാണയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രത്തില് പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണുകയും ചെയ്യുവാനായിട്ട് കഴിയും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു, ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. അതായത് മേദ്യ കിങ്ഡത്തിനായിരുന്നു ആദ്യമേ പ്രോമിനൻസി ഉണ്ടായിരുന്നത്. ദെൻ പാർസ്യ കിങ്ഡം അല്ലെങ്കിൽ പേർഷ്യൻ കിങ്ഡം ഈ മേദ്യരെ ഡോമിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ ആ പറഞ്ഞിരിക്കുന്ന വാക്ക്. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഇത് നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. കരടിയുടെ വായിൽ 3 വാരിയെല്ലുകൾ കടിച്ച് പിടിച്ചാണ് കരടി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അത് എന്തിനെ കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബിയ, ഈജിപ്റ്റ്, ബാബിലോൺ എന്നിങ്ങനെയുള്ളതായ 3 രാജ്യങ്ങളെ മേദ്യ പാർസ്യ കിങ്ഡം ആക്രമിക്കുകയും അവരെ കീഴടക്കുകയും തങ്ങളുടെ അധികാരത്തിന്റെ കീഴിൽ അവരെ കൊണ്ടുവരികയും ചെയ്തതിന്റെ പ്രതീകമാണ് വായിൽ കടിച്ചു പിടിച്ചിരുന്നതായിട്ടുള്ളതായ ആ വാരിയല്ലുകളെ കാണിച്ചത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇവിടെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് പറഞ്ഞിരിക്കുന്നത് ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ട്, നമ്മൾ ഇതിന്റെ മാപ്പ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. പടിഞ്ഞാറ് ഈ പേർഷ്യൻ കിങ്ഡത്തെ സംബന്ധിച്ചിടത്തോളം, പേർഷ്യ കിങ്ഡത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കുമ്പോൾ, അവരുടെ രാജ്യത്ത് നിന്ന് നോക്കുമ്പോൾ പടിഞ്ഞാറായിട്ട് കാണുന്നത് അല്ലെങ്കിൽ വെസ്റ്റ് സൈഡിൽ കാണുന്നത് ബാബിലോണാണ്. ആ ബാബിലോണിനെ അവര് പിടിച്ചടക്കുന്നു. പിന്നീട് വടക്കോട്ട് നോക്കുന്നുണ്ടെ ലിബിയ ഉള്ളതായ രാജ്യത്തെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. തെക്കോട്ട് നോക്കുന്നുടനെ ഈജിപ്റ്റാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് എങ്ങനെയാണ് പടിഞ്ഞാറോട്ട്, വടക്കോട്ട്, തെക്കോട്ട് ഇടിക്കുന്നത് കണ്ടു. ഇത് കഴിഞ്ഞ അധ്യായം പഠിച്ചപ്പോഴും നമ്മൾ ഓർത്തതാണ്. 3 വാരിയലുകൾ, 3 സാമ്രാജ്യങ്ങളെ, 3 രാജ്യങ്ങളെ അവർ തകർത്തതിന്റെ പ്രതീകം. ഇവിടെയും നമ്മൾ കാണുന്നത് പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും അവര് ഇടിക്കുന്നതായിട്ട്, ഈ റാം ഇടിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അത് ബാബിലോൺ, ലിബിയ, ഈജിപ്റ്റ് എന്നീ 3 രാജ്യങ്ങളെ അവര് തകർത്ത് കീഴടക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഒരു മൃഗത്തിനും അതിന്റെ മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. കാരണം ബാബിലോൺ കിങ്ഡത്തിന്റെ സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചതിന് ശേഷം ആ കാലയളവിൽ അതിശക്തമായ ഒരു സാമ്രാജ്യമായിട്ട് ഉയർന്നു വന്നതാണ് മേദ്യ പാർസ്യ കിങ്ഡം. നമ്മൾ നോക്കിക്കോണം, ബാബിലോണിന്റെ സമയത്ത് ബാബിലോണിനെ വെല്ലുവിളിക്കുവാനായിട്ടോ അവരെ തകർക്കുവാനായിട്ടോ ശക്തമായ ഒരു സാമ്രാജ്യം നിലവിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ലോകത്തെ മുഴുവനും അടക്കി വാണതായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഈ ബാബിലോൺ. എന്നാൽ കാലക്രമേണ അതിന്റെ ശക്തി ക്ഷയിച്ചപ്പോൾ മറ്റൊരു സാമ്രാജ്യം ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് മേദ്യ പാർസ്യ കിങ്ഡം. ഇനി മേദ്യ പാർസ്യ കിങ്ഡത്തിന്റെയും
ശക്തി ക്ഷയിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മൂന്നാമതൊരു രാജ്യം ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഇങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ബാബിലോൺ കിങ്ഡത്തിന്റെ ശക്തി ക്ഷയിച്ചപ്പോൾ അതിശക്തമായ രീതിയിൽ മേദ്യ പാർസ്യ കിങ്ഡം ഉയർന്നു വരുന്നു. ആ മേദ്യ പാർസ്യ കിങ്ഡത്തിന്റെ മുൻപിൽ നിൽക്കുവാനായിട്ട് ഒരു മൃഗത്തിനും കഴിഞ്ഞില്ല എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമ്മള് ദാനിയേലാണല്ലോ ദർശനം കാണുന്നത്, നെബൂഖദ്നേസർ അല്ല ദർശനം കാണുന്നത്, കേട്ടല്ലോ. ദാനിയേലാണ് ദർശനം കാണുന്നത്. ദാനിയേൽ ദർശനം കാണുന്നത് എന്താണ്? ഈ രാജ്യങ്ങളെ കുറിച്ച് കാണുമ്പോൾ കണ്ടത് എന്താ? മൃഗത്തിന്റെ രൂപത്തിലാണ് കാണുന്നത്. മറ്റേ പുള്ളിക്കാരൻ കണ്ടപ്പോഴാണ് സ്വർണവും വെള്ളിയും ചെമ്പും ഇരുമ്പും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പുള്ളി കണ്ടപ്പോ എന്താ ശോഭയുള്ള സംഗതികളെയൊക്കെയാണ് കണ്ടത്. എന്നാൽ ദാനിയേൽ കണ്ടപ്പം കടിച്ചു കീറുന്നതായിട്ടുള്ള വൈൽഡ് ആനിമൽസിന്റെ രൂപത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മൃഗത്തിന്റെ മുമ്പിൽ നിൽക്കാൻ വേറൊരു മൃഗത്തിനും സാധിക്കുമായിരുന്നില്ല എന്ന്. അപ്പോൾ ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നവനും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോന്നു. നമുക്കറിയാം വലിയ ഒരു ആർമി മേദ്യ പാർസ്യ കിങ്ഡത്തിന് ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. വലിയൊരു ആർമി. ആ ആർമിയെയും കൊണ്ട് അവരെ പിടിച്ചടക്കാവുന്നതായിട്ടുള്ള രാജ്യങ്ങളും ദേശങ്ങളും ചുറ്റുപാടുകളും ഒക്കെ പിടിച്ചടക്കുകയും കൊള്ളയിടുകയും ചെയ്തതായിട്ടുള്ള കാലഘട്ടമാണ് ഇവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് മതിച്ച് വാഴുന്നതായ ഒരു കാലഘട്ടമായിരുന്നു മേദ്യ പാർസ്യ കിങ്ഡത്തിന്റെ കാലഘട്ടം എന്നാണ് ഈ ഭാഗങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ഇനി നമ്മൾ കാണുന്നത് മുകളിൽ കണ്ട തെറ്റിപ്പോരുത് കേട്ടോ. കാരണം ഈ എല്ലാം ഏകദേശം ഒക്കെ ഒരുപോലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് തോന്നും. മുകളിൽ എന്താ വായിച്ചത്? ആട്ടുകൊറ്റൻ ആണ്, റാം. ഇപ്പം വായിക്കുന്നത് എന്താ? കോലാട്ടുകൊറ്റൻ. ഇപ്പൊ എല്ലാ ആട്ടുകൊറ്റൻ കൊറ്റൻ കൊറ്റൻ എന്നൊക്കെ കിടക്കുന്ന കാണുമ്പോഴത്തേനും നമുക്ക് ആ പല കൺഫ്യൂഷൻ വരും. ഇതെന്തുവാണ് ഈ പറഞ്ഞു വരുന്നത് എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോലാട്ടുകൊറ്റൻ, എ മെയിൽ ഗോട്ട് അല്ലെങ്കിൽ ഒരു ഹീ ഗോട്ട് എന്നാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കോലാട്ടുകൊറ്റൻ, ഒരു മെയിൽ ഗോട്ടാണ് പടിഞ്ഞാറ് നിന്നും നിലം തൊടാതെ. പടിഞ്ഞാറ് എന്ന് പറയുന്ന സമയത്ത് ഓർത്തുകൊള്ളണം, ഇതങ്ങ് സാമ്രാജ്യം നീണ്ടു കിടക്കുകയാണ്, ഗ്രീസിന്റെ ഭാഗത്തേക്ക് പോവുകയാണ് ഈ സംഗതി എന്ന് ഓർത്തുകൊള്ളണം. അവിടെ നിന്നും പടിഞ്ഞാറ് നിന്നും നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? മൂന്നാമത്തെ സാമ്രാജ്യം നമ്മൾ കണ്ടു. എന്താ? നമ്മൾ ലെപ്പേർഡിനെ നമ്മൾ കണ്ടു അല്ലെ? പുള്ളിപ്പുലി. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വേഗതയുള്ളതായ ഒരു ആനിമലാണ് ഈ ലെപ്പേർഡ് എന്ന് പറഞ്ഞ സംഗതി. പുള്ളിപ്പുലി വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സംഗതിയാണ്, ഭയങ്കര വേഗതയിലാണ് പോകുന്നത്. ഇവിടെ പറയുകയല്ലോ, പടിഞ്ഞാറ് നിന്ന് അടുത്തൊരു പുള്ളിക്കാരൻ കയറി വരിക, കോലാട്ടുകൊറ്റന്റെ രൂപത്തിൽ കയറി വരുന്നത് എങ്ങനെയാണ്? ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവൻ കയറി വരികയാണ്. മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് ഭയങ്കരമായിട്ടുള്ള വേഗതയിൽ അത് കയറി വരുന്നു. സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്ര ക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ടും തകർത്തു കളഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയിരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതും നമ്മള് ഒരുപാട് തല പോയേക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇവിടെ കർത്താവ് അതിന്റെ വിവർത്തനം കൊടുത്തിട്ടുണ്ട്. 21-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആ അധ്യായത്തിൽ തന്നെ 21-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, പരിപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവ്, അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവ്. അപ്പൊ നമ്മളിപ്പോ കണ്ടത് പരിപരുത്ത ആട്ടുകൊറ്റൻ അല്ലെങ്കിൽ കോലാട്ടുകൊറ്റൻ. ഇവിടെ യേശു കർത്താവ് ഗബ്രിയേലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിന്റെ ഒക്കെ അർത്ഥം നീ ദാനിയേലിനെ വിവരിച്ചു കൊടുക്കുന്ന പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഗബ്രിയേല് ദാനിയേലിന് വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ പറയുക, ഈ പരിപരുത്ത കോലാട്ടുകൊറ്റൻ അതാരാണെന്ന് പറഞ്ഞിരിക്കുന്ന യവന രാജാവ്. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് യവന രാജാവ്. യവന രാജാവ് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് കിങ്ഡമാണ്. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ രാജാവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗ്രീക്ക് യവന രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ടും തകർത്ത് കളഞ്ഞു. ഇനി 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ,
എന്താണ്, കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു, എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ തകർന്നു പോയി. അതിന് പകരം ആകാശത്തിലെ കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല ആവർത്തി ചിന്തിച്ചതുകൊണ്ടും പഠിച്ചതുകൊണ്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മേദിയ പാർസ്യ കിങ്ഡത്തെ അവസാനിപ്പിക്കുവാനായിട്ട് ഉയർത്തെഴുന്നേറ്റ മറ്റൊരു സാമ്രാജ്യമാണ് ഗ്രീക്ക് സാമ്രാജ്യം. ആ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഒന്നാമത്തെ രാജാവാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ കീഴിൽ ഈ രാജ്യം അവരുടെ മിലിറ്ററി ആക്ഷൻ മുഖാന്തരം വളരെ വേഗതയില് വളരെ ടെക്നിക്കലായിട്ടുള്ളതായ അവരുടെ ആക്രമണം മുഖാന്തരം ഒരുപാട് രാജ്യങ്ങളെ അവർ കീഴടക്കി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നല്ലോ, പുള്ളിപ്പുലിയുടെ പുറത്ത് പക്ഷിയുടെ ചിറകുകൾ. നമ്മളത് പഠിച്ചത് എന്താണ്? കോഴിയുടെ ചിറകുകളാണ്. വളരെ ഫാസ്റ്റായിട്ട് മിന്നലാക്രമണം നടത്തി ശത്രുവിനെ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ചിന്തിക്കുവാൻ സമയം കൊടുക്കാത്ത വേഗതയിൽ മിന്നലാക്രമണം നടത്തി ശത്രുവിന്റെ തകർക്കുന്നതായ ഒരു വാർ സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ അലക്സാണ്ടറിന്റെ സാമ്രാജ്യം ലോകത്തിൽ വ്യാപിക്കുവാനായിട്ടിടയായി തീർന്നു. വളരെ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, ഏകദേശം 33 വയസ്സായപ്പോൾ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്, അല്ലെങ്കിൽ മരണപ്പെടുകയാണ്. ആ 33 വയസ്സിനുള്ളിൽ തന്നെ ലോകത്തിലെ ഒട്ടുമിക്കവാറും രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ കരവലയത്തിലായി, അല്ലെങ്കിൽ അദ്ദേഹം ആക്രമിച്ച് കീഴടക്കി എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ അധ്യായത്തിൽ വായിച്ചതും എന്താണ്, സർവ്വഭൂതലത്തിലും കൂടെ വന്നു, നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടെ വന്നു, സകലത്തിനെയും കീഴടക്കിക്കൊണ്ട് വരികയാണ്. അങ്ങനെ വന്ന ആ വരവിൽ ഈ ഊലായ് നദീതീരത്ത് നിൽക്കുന്നതായിട്ടുള്ള ആട്ടുകൊറ്റൻ അഥവാ ബാബിലോണിനെ കീഴടക്കി, ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കി നിൽക്കുന്നതായ മേദ്യ പാർസ്യ കിങ്ഡത്തെ ഇടിച്ച് അവരുമായിട്ട് യുദ്ധം ചെയ്ത് തന്റെ ഒരു ചെറിയ സൈന്യം ഉപയോഗിച്ച് മേദ്യ പാർസ്യയുടെ വലിയ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കി ആ സാമ്രാജ്യത്തെ പിടിച്ചടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സംഭവിച്ചത് എന്താണ്? അവസാനം പറഞ്ഞിരിക്കുന്ന വാക്യം അനുസരിച്ചിട്ട് സംഭവിച്ചത് എന്താണ്? 8ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. അവന്റെ സാമ്രാജ്യം, അലക്സാണ്ടറുടെ സാമ്രാജ്യം ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ, ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇതെല്ലാം വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഓർത്തുകൊള്ളാം. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ താൻ ദേശത്തെ മുഴുവനും, ലോകരാജ്യങ്ങളെ മുഴുവനും അദ്ദേഹം പിടിച്ചടക്കുകയാണ്. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. തന്റെ 33ാമത്തെ വയസ്സിൽ, ഞാൻ പല പ്രാവശ്യം ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല. തന്റെ 33ാമത്തെ വയസ്സിൽ തനിക്കൊരു വലിയ ടൈഫോയിഡ് വന്ന താൻ ഏതാനും ദിവസം കിടക്കുകളിലായി മരിച്ചു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് വിഷം കൊടുത്ത് ആണ് അദ്ദേഹത്തെ കൊന്നത് എന്നും പറയുന്നുണ്ട്. ഈ 2 രീതിയിലുള്ള ചിന്തകൾ അലക്സാണ്ടറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നിലനിൽപ്പുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ 12 വയസ്സുള്ളതായ മകനെയും അതുപോലെ തന്നെ അലക്സാണ്ടറിന്റെ സഹോദരനെയും ഒക്കെ കൊന്നുകളഞ്ഞതായിട്ടുള്ള ചരിത്രം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അലക്സാണ്ടറിന് ഒരു പിൻഗാമിയില്ല, മകനില്ല, സഹോദരങ്ങളില്ല, ആരുമില്ലാത്ത രീതിയിൽ ആയിപ്പോയി. അതുകൊണ്ട് അലക്സാണ്ടറിന് ഒരു പിൻഗാമി ഇല്ലാതായിപ്പോയി. അങ്ങനെ പിൻഗാമി ഇല്ലാതെ വന്നപ്പോൾ തന്റെ വിസ്തൃതമായ ദേശത്തിൽ തന്റെ ശക്തന്മാരായിട്ടുള്ള 4 കമാൻഡർമാരായിരുന്നു. ആ 4 കമാൻഡർമാർ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മളത് പഠിച്ചിരുന്നു. ലിസിമാക്കസ്, കസാൻഡർ, പിന്നെ സെലൂക്കസ്, ടോളമി. ഇങ്ങനെ 4 പേര് ഈ സാമ്രാജ്യങ്ങളെ വിഭജിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ശക്തന്മാരായി തീർന്നതായിട്ടുള്ള 2 ആളുകളാണുള്ളത്. ഒന്ന് സെലൂക്കസ്. സെലൂക്കസിന്റെ കീഴിൽ സിറിയ ഉൾപ്പെടുന്നതായിട്ടുള്ള സിറിയൻ പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലായി. ടോളമിയുടെ കീഴിൽ തെക്കൻ സാമ്രാജ്യം, ഈജിപ്തിന്റെ കീഴിലുള്ളതായ സാമ്രാജ്യങ്ങൾ. പിന്നീടുള്ളതായ പിൽക്കാലങ്ങളിൽ ഈ സെലൂക്കസ്, സിറിയയുടെ ഭരണാധികാരിയായിരുന്ന സെലൂക്കസ് ഈ കസാൻഡറിനെയും ലിസിമാക്കസിനെയും, അതായത് ഏഷ്യ മൈനറും പിന്നെ മാസിഡോണിയ അടങ്ങിയിരിക്കുന്ന നാട്ടിലെ ഗ്രീസിന്റെ പ്രദേശങ്ങളും ഒക്കെ അവർ പിന്നീട് പിടിച്ചെടുക്കുകയുണ്ടായി. അങ്ങനെ സെലൂക്കസ് ശക്തനായ ഒരു ഭരണാധികാരി, അല്ലെങ്കിൽ സിറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള സെലൂക്കസ് ശക്തനായ ഒരു ഭരണാധികാരിയായി തീരുവാനായിട്ടിടയായി തീർന്നു. അതോടൊപ്പം തന്നെ അതിശക്തനായ ഒരു ഭരണാധികാരിയായിട്ട് ഇങ്ങേ സൈഡില് തെക്കൻ ദേശത്ത് ടോളമിയുടെ ഈജിപ്ത് സാമ്രാജ്യവുമുണ്ട്. ഈ ഈജിപ്ത് സാമ്രാജ്യവും സിറിയൻ സാമ്രാജ്യവും, അതായത് സെലൂക്കസ് സിറിയയിൽ ഇരിക്കുന്നു, ടോളമി ഈജിപ്തിലിരിക്കുന്നു. ഇവർ തമ്മിൽ
മിക്കവാറും യുദ്ധമാണ്. ഇതിനെക്കുറിച്ച് ഉള്ള പഠനം കൃത്യമായിട്ട് വരുന്നത് 11ാമത്തെ അധ്യായത്തിലേ വരത്തുള്ളൂ. 11ാമത്തെ അധ്യായത്തിൽ ചരിത്രം കൂടെ വെച്ചുള്ള പഠിപ്പീരാണ് അവിടെ വരുന്നത്. ആ അധ്യായത്തിൽ വരുമ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചതെന്നുള്ളതിന്റെ ക്ലീൻ ആൻഡ് ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം അവിടെയാണ്. അപ്പോൾ അവിടെ എല്ലാം വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് 11ാമത്തെ അധ്യായത്തിൽ എനിക്കത് പഠിപ്പിക്കാതെ പോകാനും പറ്റത്തില്ല. വലിയൊരു അധ്യായമാണ്. ഇതെല്ലാം വിശദീകരിച്ച് പറയേണ്ടത് കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നേരം വീണ്ടും വിശദീകരിക്കേണ്ടി വരും. കാരണം അത് ഇച്ചിരി കൺഫ്യൂഷനൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു അധ്യായമാണ് ഈ 11ാമത്തെ അധ്യായം. അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഭാഗത്ത് തന്നെ നിൽക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ഈ 4 സാമ്രാജ്യങ്ങൾ അവിടെ 8ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു, എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. അതിന് പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. ഈ 4 കൊമ്പ് 4 സേനാധിപന്മാര്. ആ 4 സേനാധിപന്മാര് അലക്സാണ്ടറിന്റെ കിങ്ഡം 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു. അതിൽ പിൽക്കാലത്ത് പ്രബലന്മാരായി മാറിയത് സെലൂക്കസും ടോളമിയും, അതായത് സിറിയയും ഈജിപ്റ്റും. ഇനിയും 11ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ഇതിന് വ്യത്യാസം വരും. വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ സിറിയയും അല്ലെങ്കിൽ ഈജിപ്റ്റും എന്നുള്ള പേരിൽ അല്ല അറിയപ്പെടുന്നത്. നോർത്തേൺ കിങ്ഡം, സദേൺ കിങ്ഡം എന്നുള്ള നിലയിലേക്ക് വരും. നോർത്തേൺ കിങ്ഡം എന്ന് പറയുമ്പോൾ സിറിയ, സദേൺ കിങ്ഡം എന്ന് പറയുന്നത് ഈജിപ്റ്റ്. അതിനകത്ത് ചരിത്രത്തിൽ മുഴുവനും അതിന്റെ ഹിസ്റ്ററികൾ മുഴുവൻ നമുക്ക് അവിടെ പഠിക്കാനായിട്ട് പറ്റും. അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അതായത് നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ വരെ എല്ലാ കാര്യങ്ങളും 4 സാമ്രാജ്യത്തെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് കണ്ടു. നെബൂഖദ്നേസർ കണ്ടപ്പോഴും 4 സാമ്രാജ്യത്തെ കുറിച്ച് ഉള്ള കാര്യത്തെ കുറിച്ചാണ് കണ്ടത്. ദാനിയേൽ കണ്ടപ്പോഴും 4 സാമ്രാജ്യത്തെ കുറിച്ച് കണ്ടു. എന്നാൽ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ 2 സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബാബിലോണിനെ കുറിച്ച് പറയുന്നില്ല, പിന്നെ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചും പറയുന്നില്ല. വന്നത് 2 സാമ്രാജ്യം, മേദ്യ പാർസ്യ കിങ്ഡത്തെ കുറിച്ചും പിന്നീട് യവന സാമ്രാജ്യം ഗ്രീക്ക് കിങ്ഡത്തെ കുറിച്ചുമാണ് ഇപ്പോൾ 8ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ കാണുന്ന അടുത്ത ദർശനത്തിൽ ഇത് പരാമർശിച്ചിരിക്കുന്നത്. ഓർക്കണം, 2 സാമ്രാജ്യത്തെ കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ 9ാമത്തെ വാക്യം മുതൽ പ്രവേശിക്കുകയാണ്. 9ാമത്തെ വാക്യം അല്പം മനസ്സിലാക്കാനായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇരുന്നെങ്കിൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. 4 കൊമ്പ് മുളച്ചു വന്നു എന്നവിടെ എഴുതിയല്ലോ. 8ാമത്തെ വാക്യത്തിന്റെ എൻഡിൽ നമ്മൾ കാണുന്നത് എന്താണ്? 4 കൊമ്പ് മുളച്ചു വന്നു. ഇനി 9ാമത്തെ വാക്യം വായിക്കണം. 9ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അവയിൽ ഒന്നിൽ നിന്ന്, അതായത് 4 സാമ്രാജ്യങ്ങൾ. ആ 4 സാമ്രാജ്യങ്ങൾ എന്ന് പറയുന്നത് ലിസിമാക്കസ്, കസാൻഡർ, പിന്നെ സെലൂക്കസ്, ടോളമി, ഇവരുടെ കീഴിലുള്ള 4 സാമ്രാജ്യങ്ങൾ. ഈ 4 സാമ്രാജ്യങ്ങളിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അതായത് ഞാൻ ഓർമ്മിപ്പിച്ചു, ചരിത്രം പഠിക്കുമ്പോൾ പിൽക്കാലത്ത് ലിസിമാക്കസിന്റെയും കസാൻഡറിന്റെയും കീഴിലുള്ള സാമ്രാജ്യങ്ങൾ സിറിയൻ ഭരണാധികാരിയായിട്ടുള്ള സെലൂക്കസ് പിടിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിന്റെ അധിപനായിട്ട് മാറുകയാണ്. മറ്റ് 2 സാമ്രാജ്യങ്ങളും ക്ഷീണിച്ചു പോയി. ഫലത്തിൽ 2 സാമ്രാജ്യങ്ങളെ നിലവിൽ ആ സമയത്ത് പിന്നീട് വരുന്നുള്ള ശക്തന്മാരായിട്ടുള്ള 2 സാമ്രാജ്യങ്ങളായിട്ട് ഈജിപ്തും സിറിയയുമാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ടോ, അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. ഇവിടെ ഒരു ഹിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 4 കൊമ്പുണ്ടായിരുന്നു, 4 കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. ഓക്കെ, ഇനി അത് എവിടെ നിന്നാന്ന് അറിയാനായിട്ട് അടുത്ത വാക്യത്തിൽ ഒരു വകുപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. അതെന്ത് ചെയ്തെന്നാ പറഞ്ഞേക്കുന്നത്? തെക്കോട്ട്. തെക്കാരാ കിടക്കുന്നതെന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഈജിപ്റ്റ് അല്ലെ, സദേൺ കിങ്ഡം എന്ന് പറഞ്ഞ ഈജിപ്റ്റ്. പിന്നെ എങ്ങോട്ടാ അത് ഇടിച്ചത്? കിഴക്കോട്ട്, ഈസ്റ്റേൺ സൈഡിലേക്ക് ഇടിച്ചത്. ഈസ്റ്റിൽ കിടക്കുന്നത് പേർഷ്യ, ഗ്രീസ് ഏരിയകളാണ്, മാസിഡോണിയൻ ഏരിയകളാണ് കിടക്കുന്നത്. പിന്നെ എങ്ങോട്ടാ തട്ടിയത്? മനോഹരദേശം, ഇസ്രായേൽ, പാലസ്റ്റീൻ, ഇസ്രായേൽ. അപ്പൊ എവിടുന്ന എങ്ങോട്ടാ ഇടിക്കാത്തത്? വടക്കോട്ട്. മനസ്സിലായ സംഭവം എന്താന്നുള്ളത്? പിക്ചർ കിട്ടിയോ നിങ്ങൾക്ക്?
അപ്പൊ എവിടുന്നാ സംഭവം വന്നേക്കുന്നത്? വടക്കൂന്നാ വന്നേക്കുന്നത്. വടക്കാരാ കിടക്കുന്നത്? സിറിയ, സെലൂക്കസ്. പിക്ചർ ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ? ഇപ്പൊ മനസ്സിലായി. എനിക്ക് ഇന്ന് നിങ്ങൾക്ക് ഷെയർ സ്ക്രീൻ ചെയ്യാനായിട്ട് സാധിക്കാതെ പോയി, അതുകൊണ്ടാണ്. അല്ലാതെ ഇതെല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് കാണിച്ചു തരാൻ പറ്റും. കുഞ്ഞുങ്ങള് എക്സാം പ്രമാണിച്ച് അവര് നല്ല തിരക്കിലാണ്, അതുകൊണ്ട് ഷെയർ സ്ക്രീൻ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോ ഇവിടെ നമുക്കത് പിക്ചർ ക്ലിയർ ആയിട്ട് കിട്ടുകയാണ്. ഈ കൊമ്പ് അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹരദേശത്തിന് നേരെയും വലുതായി തീർന്നു. അപ്പോൾ ആ വലുതായി തീർന്ന കൊമ്പ് ഏതാണെന്നറിയാമോ? വടക്കുള്ളതായ സിറിയ, നോർത്തേൺ കിങ്ഡം. ഇപ്പൊ പിക്ചർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. ഇതിനോടനുബന്ധമായിട്ട് ഒരു വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 7-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അവിടെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു. ആരെക്കുറിച്ചാണ്? അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ അവിടെ പഠിച്ചത്. അന്തിക്രിസ്തുവിന്റെ പരിപാടി എന്താണ്? അത്യുന്നതന് വിരോധമായിട്ട് സംസാരിക്കുക, പിന്നെ നിയമങ്ങളെയും സമയത്തെയും മാറ്റുക, ദൈവജനത്തോട് പോരാടുക, അവരെ പീഡിപ്പിക്കുക. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ആ സെയിം വാക്യം മറ്റൊരു വിധത്തിൽ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത്? ഈ സിറിയയിൽ നിന്ന് കടന്നു വന്നതായ ചെറിയ കൊമ്പ് എന്ത് ചെയ്യുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഇച്ചിരി കൺഫ്യൂഷൻ ഒക്കെ തോന്നും. ആ കൺഫ്യൂഷൻ എന്താ? 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചപ്പം 4-ാം സാമ്രാജ്യത്തിന്റെ അസ്തമയത്തിലാണ് 10 കൊമ്പുകൾക്കിടയിൽ നിന്ന് ഒരു കൊച്ചു കൊമ്പ് എഴുന്നേറ്റ് വന്നത് നമ്മൾ പഠിച്ചത് അല്ലെ? 4-ാം സാമ്രാജ്യം, റോമൻ സാമ്രാജ്യത്തിന്റെ അവസാനത്തെങ്കിൽ 10 ദശരാഷ്ട്ര സഖ്യം വരുന്നു. അതിൽ നിന്ന് ഒരുത്തം വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ സംഭവം പ്ലേറ്റ് മാറിയാ നിൽക്കുന്നത്. ഇവിടെ എന്താണ്? 3-ാം സാമ്രാജ്യം ഇല്ലേ? 3-ാം സാമ്രാജ്യമാണല്ലോ ഗ്രീക്ക് സാമ്രാജ്യം. ആ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ 4ആയിട്ട് വിഭാഗിക്കപ്പെടുന്നു. ആ 4-ൽ ഒന്ന് സിറിയ. ആ സിറിയയിൽ നിന്നാണ് എന്ത് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൊമ്പ് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ചെറിയ കൊമ്പ് അവിടുന്നാണ് വരുന്നത്. മറ്റേടത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ അവസാനത്തിങ്കൽ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും. എടാ ഇത് പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കുകയാണല്ലോ എന്നുള്ള ചിന്ത വരും. കലക്കൊന്നുമല്ല, കാര്യങ്ങളെല്ലാം ഒരേപോലെ വരുന്നത്. പിന്നീട് റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായി മാറിയതാണ് മെഡിറ്ററേനിയൻ തീരത്ത് കിടക്കുന്നതായിട്ടുള്ള രാജ്യങ്ങൾ മുഴുവനും. മെഡിറ്ററേനിയന്റെ തീരത്താണല്ലോ ഈ സിറിയ കിടക്കുന്നത്. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ പറയുന്നതായിട്ടുള്ള ഗ്രീക്ക് സാമ്രാജ്യത്തെ മുഴുവനായിട്ട് പിടിച്ചെടുത്തതാണ് റോമൻ സാമ്രാജ്യം എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് മെഡിറ്ററേനിയന്റെ കീഴിൽ കിടക്കുന്നതായിട്ടുള്ള സിറിയ ഉൾപ്പെടുന്നതായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലുമാണ് എന്നുള്ളത് ഓർക്കണം. പ്രവചനങ്ങൾക്ക് എല്ലായ്പ്പോഴും 2 ഘട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് റോമൻ സാമ്രാജ്യത്തിൽ കാണുന്നതായിട്ടുള്ള 10 രാജ്യത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായിട്ടുള്ള ഒരു കൊമ്പ്, അത് അന്തിക്രിസ്തുവിനെ കാണിക്കുന്നു, നിറവേറാനായിട്ടുള്ളതായ കാര്യമാണ്. അത് വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിലും 17-ാമത്തെ അധ്യായത്തിലും ഒക്കെ നമുക്കത് അതിനെക്കുറിച്ചുള്ളതായ കൂടുതൽ കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കും. അത് ഇനിയും വരുവാനായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ചരിത്രത്തിൽ തന്നെ നിറവേറിയതായിട്ടുള്ള സംഗതിയാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സിറിയയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ചെറിയ കൊമ്പ്. ഈ ചെറിയ കൊമ്പ് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, സെലൂക്കസിന് ശേഷം
അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്നതായ ഒരു ക്രൂരനായ ഭരണാധികാരി എഴുന്നേൽക്കുകയാണ്. ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചും ഒക്കെയുള്ള അവന്റെ വരവൊക്കെ എങ്ങനായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് അല്പമായിട്ട് ഇവിടെ ഒന്ന് വിശദീകരിക്കുകയാണ്. അന്ത്യോക്യസ് എപ്പിഫാനസ് സിറിയയിൽ നിന്ന് കടന്നു വരികയാണ്. സിറിയയിൽ നിന്ന് വന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമ്മളവിടെ കണ്ടല്ലോ. ഈജിപ്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം, പലപ്പോഴും ഒരുപാട് യുദ്ധങ്ങൾ ഈജിപ്തിനെതിരെ ചെയ്തിട്ടുണ്ട്. ഈ ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇസ്രായേൽ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇസ്രായേലിനെ മീഡിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇസ്രായേൽ വഴിയാണ് അവര് ഈജിപ്തിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ചില സമയങ്ങളിൽ അദ്ദേഹം ഈജിപ്തിനോട് മത്സരിച്ച് ഈജിപ്തിൽ നിന്ന് തോൽവി അടഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോൽവി അടഞ്ഞ് തിരിച്ചു വരുന്നായിട്ടുള്ള സമയത്ത് ആ ദേഷ്യവും വൈരാഗ്യവും മുഴുവനും കാണിക്കുന്നത് ഇസ്രായേലിയരോടാണ്. അവിടെയുള്ള യഹൂദന്മാരെ മുഴുവൻ കണ്ണിൽ കണ്ടതിനെ എല്ലാത്തിനെയും വെട്ടിക്കൊല്ലുന്ന പരിപാടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഏകദേശം 40,000 യഹൂദന്മാരെ അദ്ദേഹം വെട്ടിക്കൊന്നു കളഞ്ഞതായിട്ട് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. മാത്രമല്ല, ദൈവത്തിനെതിരായിട്ടുള്ള മത്സരം നമ്മൾ ഈ വായിച്ചതായിട്ടുള്ള 10 മുതലുള്ള 10-11 വാക്യങ്ങൾക്കകത്ത് അത് തന്നെയാണ്, 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അന്ത്യക്രിസ്തുവിന്റെ മത്സരം എന്തായിരുന്നു? അത്യുന്നതിന് വിരോധമായിട്ട് മത്സരിക്കുന്ന പരിപാടിയാണ് 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. അത്യുന്നതിന് എതിരായിട്ട് മത്സരിക്കുന്നു. ഇവിടെ കാണുന്നത് എന്താണ്? ഇവിടെയും അത്യുന്നതിനെതിരായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ആകാശത്തിലെ സൈന്യത്തിനെതിരായിട്ട് അവൻ മത്സരിക്കുകയാണ്. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. മറ്റേ പുള്ളി എന്നാ ചെയ്തുകൊണ്ടിരുന്നത്? വമ്പ് പറയുന്നു, അല്ലെ, വൻ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു, അത്യുന്നതിന് വിരോധമായിട്ട് സംസാരിക്കുന്നു, വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുവാനായിട്ട് ശ്രമിക്കുന്നു. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് പഠിക്കുന്നതായിട്ടുള്ള വേളയിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് ചെയ്തതായിട്ടുള്ള കാര്യം നമ്മളിവിടെ കണ്ടല്ലോ. നിരന്തര ഹോമയാഗം അപഹരിക്കുകയും വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 12-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. അതിക്രമം ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. ഇത്രയും വാക്യങ്ങൾ നമുക്കിപ്പം പെട്ടെന്ന് മനസ്സിലാക്കാം. ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് ശക്തനായി മാറി യഹൂദന്മാരെ നിരന്തരം വേട്ടയാടുവാനായിട്ട് തുടങ്ങി. അനേക യഹൂദന്മാരെ കൊന്നു. അവരുടെ ദേവാലയം പിടിച്ചെടുത്തതിന് ശേഷം ആ ദേവാലയത്തിൽ നശിപ്പിക്കുകയും ആ ദേവാലയത്തിനുള്ളിൽ അദ്ദേഹം ഈ പന്നിയെ യാഗമർപ്പിച്ചിട്ട് യഹൂദന് ഏറ്റവും നിഷിദ്ധമായിരിക്കുന്നതായിട്ടുള്ള ഒരു വസ്തുവാണ്, ഒരു മൃഗമാണ് പന്നി എന്ന് ഓർക്കണം. എന്നിട്ട് ഈ പന്നിയെ അദ്ദേഹം യെരുശലേം ദേവാലയത്തിലെ യാഗം അർപ്പിച്ചതിന് ശേഷം അതിന്റെ രക്തം ആ ദേവാലയം മുഴുവനും അദ്ദേഹം തളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ തളിച്ച് ഈ ദേവാലയത്തെ മുഴുവനും മലിനമാക്കി തീർത്തു. ആ കാലയളവിൽ നടന്ന മറ്റൊരു സംഭവമാണ്, ഇദ്ദേഹം സിയൂസ് ദേവന്റെ അല്ലെങ്കിൽ ഗ്രീക്ക് ദേവനായിട്ടുള്ള ജൂപ്പിറ്ററിന്റെ പ്രതിമ കൊണ്ടുവന്ന് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചു. ഈ ജൂപ്പിറ്റർ ദേവന്റെ പ്രതിമ കൊണ്ടുവന്ന ദേവാലയത്തിൽ സ്ഥാപിക്കുകയും അതിനെ വണങ്ങുവാനായിട്ട് യഹൂദന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വണങ്ങാത്തവരെ മുഴുവനും അദ്ദേഹം വാളിന് ഇരയാക്കി തീരുകയും ചെയ്തു. ഒരു ദിവസം സംഭവിച്ചതായിട്ടുള്ള കാര്യം, ഈ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ ഒരു പടയാളി ദേവാലയത്തിലുള്ളതായ ഈ ജൂപ്പിറ്റർ ദേവന്റെ പ്രതിമ നമസ്കരിക്കുവാനായിട്ട് യഹൂദന്മാരോട് ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു യഹൂദൻ ഈ പ്രതിമ നമസ്കരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാഴ്ച അവിടെ ഉണ്ടായിരുന്ന മത്യാസ് എന്ന് പറയുന്നതായിട്ടുള്ളതായ ഒരു പുരോഹിതൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തോടുള്ളതായ എരിവ്, ദൈവവചനത്തോടുള്ളതായ എരിവ്, ന്യായപ്രമാണത്തോടുള്ളതായ എരിവ് വളരെ അധികം ഉണ്ടായിരുന്നതായിട്ടുള്ള ഈ മത്യാസ് എന്ന് പറയുന്ന വന്ധ്യവയോധികനായിട്ടുള്ളതായ ഈ പുരോഹിതൻ ഈ കാഴ്ച കാണുകയും ആ കാഴ്ച തനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുകയും ചെയ്തത് കൊണ്ട് അദ്ദേഹം ഒരു വാളെടുത്ത് ഈ പ്രതിമയെ നമസ്കരിച്ചതായിട്ടുള്ളതായ യഹൂദനെ കൊന്നുകളവാനായിട്ട് ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ അതിനെ പ്രേരിപ്പിച്ചതായിട്ടുള്ള അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ പടയാളിയെയും അദ്ദേഹം കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹവും ആ പോരാട്ടത്തിൽ മരണമടയാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം സംഭവിച്ചത്, ഈ മത്യാസിന്റെ മക്കളിൽ ഒരുവനായിട്ടുള്ളതായ യൂദാസ് മക്കാബിയോസ് എന്ന് പറയുന്നതായിട്ടുള്ള ആള് ഇദ്ദേഹത്തിനെതിരായിട്ട് എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ത്യോക്യോസ് എപ്പിഫാനസിനെതിരായിട്ട് മത്യാസ് എന്ന് പറയുന്നതായിട്ടുള്ള പുരോഹിതന്റെ മക്കളിൽ ഒരുവനായിട്ടുള്ള യൂദാസ് മക്കാബിയോസ്, മക്കാബിയൻ വിപ്ലവം എന്നൊക്കെയുള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ്. ഇതാണ് മക്കാബിയൻ വിപ്ലവം എന്ന് പറയുന്നത്. മക്കാബിയോസിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഉണ്ടാവുകയും അവര്
ഈ അന്ത്യോക്യസും അവന്റെ സൈന്യവുമായിട്ട് നിരന്തരമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും അവനെ പരാജയപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ദിവസം അന്ത്യോക്യോസ് എപ്പിഫാനസ് ഈ മക്കാബിയസിനെതിരെ വീണ്ടും യുദ്ധം ചെയ്യുവാനായിട്ട് യെരുശലേമിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് അവൻ കൈ തൊടാതെ നശിച്ചു പോയി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴിക്ക് തന്നെ അദ്ദേഹം കൃമിക്ക് ഇരയായി തീർന്ന് മരണപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അങ്ങനെയാണ് അന്ത്യോക്യോസ് എപ്പിഫാനസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം. അപ്പൊ ഇവിടെ നമ്മൾ അടുത്തതായിട്ട് ചില കാര്യങ്ങൾ കൂടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഈ അന്ത്യോക്യോസ് എപ്പിഫാനസ് ഈ ദേവാലയത്തിൽ വിഗ്രഹത്തെ സ്ഥാപിച്ചിട്ട് ഈ ദേവാലയം മുഴുവനും അവൻ അശുദ്ധമാക്കി. ഇനി ഒരു വാക്യം കൂടെ, ഇത് ചരിത്രത്തിൽ നിറവേറിയതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് എല്ലാം ഒരുപാട് നന്നായിട്ട് അറിയാവുന്ന വാക്യമാണ്. ഒത്തിരി പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഇല്ലേ, 15-ാമത്തെ വാക്യം 24-15. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ ശൂന്യമാക്കുന്ന മ്ലേച്ഛത അത് അന്ത്യോക്യോസ് എപ്പിഫാനസ് ആണ്. ആ അന്ത്യോക്യോസ് എപ്പിഫാനസ് ചരിത്രത്തിൽ നിറവേറി. എന്നാൽ ഈ പ്രവചനത്തിന്റെ അടുത്ത ഘട്ടം എപ്പോൾ സംഭവിക്കേണ്ടതാകുന്നു എന്ന് ചോദിച്ചാൽ 70-ാം ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് നടക്കേണ്ടുന്നതാണ്. ഈ പ്രവചനത്തിന്റെ അടുത്ത നിവൃത്തി, അടുത്ത പൂർത്തീകരണം. ഒരു നിഴലും പൊരുളുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഭാഗികമായിട്ടുള്ളത്. ഇപ്പം ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും ഈ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്ന കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ അവിടെ സൂക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാകും. AD 70-ൽ തീത്തോസ് ചക്രവർത്തിയുടെ കാലത്ത് യഹൂദന്മാർ അഭിമുഖീകരിച്ചതായിട്ടുള്ള പ്രശ്നത്തെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു കാര്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതായ ഈ പ്രവചനം BC 170 മുതൽ BC 164 കാലഘട്ടം വരെയാണ് മക്കാബിയോസിന്റെ കാലഘട്ടം സംഭവിക്കുന്നത്. ഈ യെരുശലേം ഇത്രയും യഹൂദന്മാർ ഇത്രയും പ്രതികൂലങ്ങൾ കൂടെയൊക്കെ കടന്നു പോയതായിട്ടുള്ള കാലഘട്ടം. യൂദാസ് മക്കാബിയോസും അദ്ദേഹവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏകദേശം BC 164 കൂടെയാണ് അദ്ദേഹം മരണപ്പെടുകയും, അതായത് അന്ത്യോക്യോസ് എപ്പിഫാനസ് മരണപ്പെടുകയും ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ദേവാലയം അശുദ്ധമാക്കി ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഉണ്ട്. പ്രതിമയെ അന്തിക്രിസ്തു സ്ഥാപിക്കുന്നതും പ്രതിമയെ വണങ്ങാത്തവരുടെ മേലെ, പ്രതിമയുടെ മുദ്ര ഏൽക്കാത്തവരുടെ മേലെ വരുവാനായിട്ട് പോകുന്ന പ്രതികൂലത്തെ കുറിച്ചും ഒക്കെ അവിടെ പറഞ്ഞിരിക്കും, നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിനോട് ചേർത്ത് കൂട്ടി വായിക്കേണ്ടതാണ് ആ ഭാഗം കൂടെ എന്നുള്ളത് ഓർത്തുകൊള്ളാം. 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അത് ചോദിക്കുകയാണ്, അതിക്രമം ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതായത് ഈ പ്രതിമയെ സ്ഥാപിച്ച് ദേവാലയത്തെ അശുദ്ധമാക്കി, യഹൂദനെ കൊന്ന് യാഗം നിർത്തലാക്കി, ആരാധന നിർത്തലാക്കി. കാരണം പന്നിയെ യാഗം അർപ്പിച്ചതോടുകൂടി ആരാധന നിന്നുപോയി. ഇനിയും എന്ത് വേണം? ഇതിനെ റിവൈവ് ചെയ്തെടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നവീകരിച്ചെടുത്താലേ പറ്റുള്ളൂ ദേവാലയം. ആ ദേവാലയത്തിൽ പന്നിയെ അർപ്പിച്ചതോടുകൂടെ മലിനമായി, ആരാധന നിന്ന് പോയി. അപ്പൊ അവിടെ കാണുന്ന ഒരു കാര്യം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. ഇവിടെ 2 വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അവനോട് 2300 സന്ധിയും ഉഷസ്സും തികയോളം തന്നെ, പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. ഓക്കെ, അതിന്റെ രത്ന ചുരുക്കം വേഗത്തിൽ അങ്ങ് പറയാം. ഈ വിശുദ്ധന്മാര് ആരൊക്കെയാണ്? 2 പേരുടെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് 16-ാമത്തെ വാക്യം 15-ഉം 16-ഉം കൂടെ ഞാൻ വായിക്കാം.
എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഗബ്രിയേലേ, ഇവൻ ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അവിടെ കണ്ടോ, ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ. അപ്പുറത്ത് കേട്ടത് എന്താണ്? രണ്ട് വിശുദ്ധന്മാർ. ഇതാരാകുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് യേശുക്രിസ്തു, രണ്ട് ഗബ്രിയേൽ ദൂതൻ. ഗബ്രിയേലിനോട് ആരാ വിളിച്ചു പറയുന്നത്? അവിടെ അത് കണ്ടില്ലേ? മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടെന്ന്. ഗബ്രിയേൽ ഒരു ദൂതനോട് ഒരു മനുഷ്യന് കൽപ്പിക്കാൻ പറ്റൂ? ദൂതനോട് ഒരിക്കലും ഒരു മനുഷ്യന് കമാൻഡ് കൊടുക്കാൻ പറ്റത്തില്ല. ദാനിയേലിനെ കാട്ടിലും വിശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ആ സമയത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കും വിശ്വസിക്കാനുള്ള ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പൊ അതാരാ? ആ മനുഷ്യൻ ആരാ? അത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് ഓർത്തുകൊള്ളണം. യേശുക്രിസ്തുവിന് മാത്രമേ ദൂതനോട് കമാൻഡിങ് പവർ ഉള്ളൂ. ആ യേശുതമ്പുരാനാണ് അപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഉലായ് നദീ തീരത്ത് കാണുന്നതായ ആ ദർശനത്തിൽ ദാനിയേല് ആ ദർശനത്തിൽ മനസ്സിലാക്കുന്നത് യേശുതമ്പുരാൻ അവിടെയുണ്ട്. ഇനിയും നമ്മൾ 12-ാമത്തെ അധ്യായത്തിലൊക്കെ വരുന്നുണ്ട്, അത് കൃത്യമായിട്ട് പിന്നെയും കാണാനായിട്ട് സാധിക്കും. യേശുതമ്പുരാൻ അവിടെയുണ്ട്, ഗബ്രിയേൽ ദൂതനും അവിടെയുണ്ട്. യേശുതമ്പുരാൻ ഗബ്രിയേലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇതിന്റെ അർത്ഥമൊക്കെ ദാനിയേലിന് മനസ്സിലാക്കിച്ച് കൊടുക്കുക. 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ, ഗബ്രിയേൽ ദൂതനാണ് ദാനിയേലിന് അർത്ഥങ്ങളെ മനസ്സിലാക്കിച്ച് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സംഖ്യ, അതായത് 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം നിൽക്കുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത, ദേവാലയം മലിനപ്പെട്ടു. ഈ മലിനമാക്കിയതിനു ശേഷം ഇതിനെ റീസ്റ്റോർ ചെയ്യണം, ആരാധന പുനരാരംഭിക്കണം. ഈ പുനരാരംഭിക്കുന്ന കാലയളവ് എത്രയാണ്? അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 2300 ഈവനിങ്സ് ആൻഡ് മോർണിംഗ്സ്. അതായത് 2300 ദിവസം. ചിലര് അതിനെ 2300 എന്നുള്ളത് 2300 ദിവസം എന്നുള്ളത് 2300 വർഷമാക്കിയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പോയതായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് 2300 ദിവസം എന്നുള്ളത് തന്നെയാണ്. 2300 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം 6 വർഷത്തിൽ ശിഷ്ടം വരുന്നതായിട്ടുള്ള ഒരു കാലയളവാണ്. അതായത് BC 170 അന്ത്യോക്യസ് എപ്പിഫാനസ് ഈ ദേവാലയം അശുദ്ധമാക്കുന്നത്, മ്ലേച്ഛത കാണിക്കുന്നത്, മ്ലേച്ഛ വിഗ്രഹത്തെ അവിടെ സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനോട് തുടർ പോരാട്ടം നയിക്കുകയും അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്തതിനു ശേഷം യൂദാസ് മക്കാബിയോസ് ദേവാലയത്തിൽ ആരാധന പുനരാരംഭിക്കുവാനായിട്ട് എടുക്കുന്നതായിട്ടുള്ള കാലഘട്ടമാണ് ഈ പറയുന്നതായിട്ടുള്ള 2300 ദിവസങ്ങൾ എന്നാണ് അനേക വേദശാസ്ത്ര പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. അത് ഏകദേശം BC 164 കാലയളവോടുകൂടെയാണ് ഈ ദേവാലയത്തിലെ ആരാധന വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. അതിനും ഒരു ചരിത്രമുണ്ട്. ഈ യൂദാസ് മക്കാബിയോസ് അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ സൈന്യത്തെ തോൽപ്പിച്ചതിന് ശേഷം ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ടുള്ള വേളയിൽ അവിടെയുള്ളതായ ആലയം ആരാധന തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള വിളക്ക് കത്തിക്കണം. ആ വിളക്ക് കത്തിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആരാധന അവിടെ ആരംഭിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ വിളക്കിൽ ഒഴിക്കുവാനായിട്ട് എണ്ണ വേണം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ഒക്കെ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണ, നമ്മളാണെങ്കിൽ മണ്ണെണ്ണയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയോ പാമോയിലോ ഒക്കെ എടുത്ത് ഒഴിച്ചയച്ച് കത്തിക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തി നോക്കും. പക്ഷെ ഈ യെരുശലേം ദേവാലയത്തിലെ ഈ തോന്നുന്ന പാമോയിലും വെളിച്ചെണ്ണയും ഒലിവെണ്ണയും ഒന്നും എടുത്ത് മറ്റ് ഉള്ള എണ്ണകളൊന്നും എടുത്ത് ഒഴിക്കാൻ പറ്റത്തില്ല. അതിന് പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച് പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതായിട്ടുള്ള ഒലിവെണ്ണയാണ് അതിനകത്ത് ഒഴിക്കേണ്ടത്. അപ്പം അങ്ങനെ പ്രസ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതായ പരിശുദ്ധമായിട്ടുള്ള ഒലിവെണ്ണ വേണം ഇതിനകത്ത് ഒഴിക്കേണ്ടത്. എന്നാൽ യൂദാസ് മക്കാബിയോസ് നോക്കിയതായിട്ടുള്ള സമയത്ത് ഒരു ദിവസത്തേക്കുള്ളതായ ഓയിൽ മാത്രമാണ് ആലയത്തിൽ അവശേഷിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തെ ഓയിൽ കൊണ്ട് ചെയ്താൽ കാര്യം നടക്കത്തില്ല. 8 ദിവസം ഈ വിളക്ക് കത്തി നിൽക്കണം. 8 ദിവസത്തേക്കുള്ള ഓയിൽ ഇല്ല. ഓരോ ദിവസവും ഓയിൽ ഒഴിച്ചു കൊടുത്താലേ പറ്റുകയുമുള്ളൂ. എന്നാൽ ആ പ്രത്യേക സാഹചര്യത്തിൽ
ഇപ്രകാരമുള്ളതായ രീതിയിൽ ഒലിവെണ്ണ തയ്യാറാക്കി കൊണ്ടുവരുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് താനും. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഈ ഒലിവെണ്ണ ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതായ ഒലിവെണ്ണ ഈ വിളക്കിൽ ഒഴിച്ച് വിളക്ക് കത്തിച്ചു. വളരെ അത്ഭുതമെന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒറ്റ ദിവസത്തേക്കുള്ള ഓയിലിൽ 8 ദിവസം വിളക്ക് കത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഇതൊരു ശീതകാലത്താണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിന് പറയുന്ന പേരാണ് ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ ഓർ ഫീസ്റ്റ് ഓഫ് ഹനൂക്ക എന്നുള്ളതായ പേരിലാണ് ഈ പ്രതിഷ്ഠോത്സവം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവജനം ഇസ്രായേൽ മക്കൾ പ്രതിഷ്ഠോത്സവം നടത്തിയതിനെ കുറിച്ച് ഹനൂക്ക എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഷ്ഠോത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്മസ് കാലയളവിൽ, ക്രിസ്മസിന്റെ പ്രാരംഭത്തിങ്കൽ, എന്നോടൊപ്പം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ചേർന്നിരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ പ്രത്യേകമായിട്ട് അറിയാം, ജോണിക്കുട്ടി അങ്കിളിനൊക്കെ അറിയാമല്ലോ. ആ ഫീസ്റ്റ് ഓഫ് ഹനൂക്ക 8 ദിവസമുള്ള, ഒരു ദിവസം ഒരു തിരി കത്തിക്കും, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ തിരി, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ തിരി, അങ്ങനെ 8 ദിവസമായിട്ടാണ് ഇത് ഈ വിളക്ക് അവര് കത്തിക്കുന്നത്. ക്രിസ്മസിന്റെ ആ കാലയളവിലെ ആദ്യ ദിനങ്ങളിലാണ് യഹൂദന്മാര്, ഇസ്രായേൽ മക്കള് ഈ പറയുന്നതായിട്ടുള്ള ഫീസ്റ്റ് ഓഫ് ഹനൂക്ക സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് ഓർക്കണം. അവിടെ അമേരിക്കയിലുള്ള പ്രിയപ്പെട്ടവർക്കെല്ലാം അറിയാം, ഞാനും അത് കണ്ടിട്ടുണ്ട്. അവിടങ്ങളിൽ ആ ക്രിസ്മസിന്റെ ആദ്യ കാലയളവിൽ, ആദ്യ ദിവസങ്ങളിലെ സമയത്താണ് രാത്രികളിലൊക്കെ നോക്കിയാൽ പല സ്ഥലങ്ങളിലും അവർ വിളക്ക് സ്ഥാപിക്കും. ഓരോ ദിവസമായിട്ട് ഓരോ ലാമ്പ് കത്തിച്ച് അവസാനം 8 ദിവസം കൊണ്ട് കത്തി നിൽക്കുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ സംഭവം, അതായത് ദേവാലയത്തിൽ മ്ലേച്ഛത ഉണ്ടായി, ദേവാലയം മലിനപ്പെട്ടു. അവിടെ നിന്ന് ദേവാലയത്തിലെ ആരാധന പുനരാരംഭിച്ചതായ സമയം, ഈ കാലയളവാണ് 2300 ദിവസം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതാണ് 14ാമത്തെ വാക്യം. അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയുവോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. 15ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഗബ്രിയേലെ, ഇവൻ ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക എന്ന് ഊലായി നദീ തീർത്ത് പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അത് ഞാൻ പറഞ്ഞല്ലോ, അത് കർത്താവായ യേശു ക്രിസ്തു ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ്, ഗബ്രിയേൽ ദൂതൻ തുടർന്നുള്ളതായ കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത് കാണുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ദാനിയേലിനോട് പറയുകയാണ്, ഈ ദർശനം അന്ത്യകാലത്തേക്ക് ഉള്ളതാണ്. ഈ അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ്? കർത്താവായ യേശു ക്രിസ്തു എന്താ പറയുന്നത്, ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറി കഴിഞ്ഞതിന് ശേഷം മുതലുള്ള കാലയളവിനെ നമ്മൾ കാണുന്നത് അന്ത്യകാലം എന്നുള്ള നിലയിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പത്രോസൊക്കെ പ്രസംഗിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്കറിയാമല്ലോ, അന്ത്യകാലം എന്നുള്ള ആ കണക്കിൽ തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ചിന്താഗതി എന്തായിരുന്നു? കർത്താവ് ഉടനെ മടങ്ങി വരും. അതായത് ആദിമ സഭയുടെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 300 വർഷക്കാലം വരെയും ദൈവജനം വിചാരിച്ചു കൊണ്ടിരുന്നത് കർത്താവ് ഉടനടി തന്നെ വരുന്നു എന്നുള്ള നിലയിൽ ചിന്തിച്ച് വളരെ എന്താ പറയുന്നത്, സ്പിരിറ്റോടുകൂടെ, ഉണർവോടുകൂടെ ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ, പീഡകളൊക്കെ വന്നിട്ടും ആ പീഡകളൊക്കെ അവര് കർത്താവിന് വേണ്ടിയിട്ട് സഹിക്കുകയും അതിജീവിക്കുകയും ഒക്കെ ചെയ്തു നിന്ന് ആദ്യത്തെ ഒരു 300 വർഷക്കാലം. പിന്നീട് എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ഈ നോക്കിയിരുന്ന് കണ്ണു കഴിച്ചപ്പോഴത്തേന് എന്താണ്, കന്യകമാര് ഉറങ്ങിയെന്ന് പറഞ്ഞതുപോലെ പിന്നീട് 300 വർഷം കഴിഞ്ഞപ്പോഴത്തേന് സഭയുടെ ശുഷ്കാന്തിയൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു തുടങ്ങി, ക്ഷീണിച്ചു തുടങ്ങി. പിന്നെ സഭ ലോകവുമായിട്ട് അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് ഇഴുകി ചേരുവാനായിട്ട് തുടങ്ങി. പിന്നെ സഭയുടെ ആ തീഷ്ണത, ആ ഉണർവ്, ആ ജ്വാലയൊക്കെ അങ്ങോട്ട് പതുക്കെ അണഞ്ഞു പോകുവാനായിട്ടും സഭ ലോകവുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇങ്ങനെ ആയി പോകുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനായിട്ടും ഇടയായിത്തീർന്നു. ആ കാലയളവ് ഇങ്ങനെ വന്ന് 2000-ൽ പരം വർഷങ്ങൾ നമ്മൾ പിന്നിട്ട് ഇപ്പൊ നമ്മൾ ശീതവാന്മാരുമല്ല ഉഷ്ണവാന്മാരുമല്ലാതെ ശീതോഷ്ണവാന്മാരായിട്ട് ഇരിക്കുന്ന ഒരു കാലയളവിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും, തുപ്പിക്കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തുപ്പിക്കളയപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഉണർന്നിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. വേഗം ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാണ്. അതിനുശേഷം പറയും, അവൻ എന്നോട്
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണു വീണു. നമുക്കറിയാമല്ലോ, യഹസ്കേൽ പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ, യോഹന്നാൻ അപ്പോസ്തോലൻ, ഇവരൊക്കെ ദൈവിക ദർശനം കണ്ടിട്ടുള്ളതായ സമയത്തെല്ലാം മരിച്ചവരെ പോലെ ആയി എന്നും ബോധം കെട്ടു എന്നും ഒക്കെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ മോർട്ടൽ ബോഡിയിൽ ദൈവിക ദർശനം ആസിറ്റീസ് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ടോ കാണുവാനായിട്ടോ കഴിയാത്തതായിട്ടുള്ള അനുഭവമാണ്. ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ബോധം കെട്ട് വീണു, എന്നാൽ അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1ാമത്തെ രാജാവുമാകുന്നു. അത് ഞാൻ പറഞ്ഞു. അത് തകർന്ന ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിന്റെ ശക്തിയോടെ അല്ലതാൻ 4 സാമ്രാജ്യങ്ങളായിട്ട് ഉത്ഭവിച്ചതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. എന്നാൽ അവരുടെ രാജത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. അതാണ് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്നത്. എപ്പിഫാനസ് എന്നുള്ളതായ വേർഡിന്റെ അർത്ഥം തന്നെ ജഡാവതാരം എടുത്ത ദൈവം എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരുന്നതെന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെയുള്ളതായ ഒരു ഭ്രാന്തനായ ഭരണാധികാരി കൂടെയായിരുന്നു. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഒരു മതഭ്രാന്തൻ എന്നുകൂടെയാണ് ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനെ നമുക്ക് കാണിച്ചു തരുന്നത്. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ ക്രൂരമായ കിരാതകൃത്യങ്ങൾ, അനേക യഹൂദന്മാരെ കൊന്നതായിട്ടുള്ള കാര്യം. എന്നിട്ട് പറയുന്നത്, അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്തു നിന്ന് കൈ തൊടാതെ തകർന്നു പോകുകയും ചെയ്യും. അതാണ് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിച്ചു. വീണ്ടും യെരുശലേമിന് നേരെ, ദൈവമക്കൾക്ക് നേരെ യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വരുമ്പോൾ, അതായത് യൂദാസ് മക്കാബിയോസിന്റെ സൈന്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് അവൻ കടന്നു വരുമ്പോൾ, അവൻ യുദ്ധം ചെയ്യാതെ തന്നെ അവൻ കൃമിക്ക് ഇരയായി തീർന്ന് മരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അതാണ് പറഞ്ഞത്, അവൻ അത്യുന്നതനോട് എതിർത്ത് നിന്നത് കൊണ്ട് കൈതൊടാതെ തകർന്നു പോവുകയും ചെയ്തു. സന്ധികളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. അതായത് 2300 ദിവസത്തെ കുറിച്ചുള്ളതായ ആ കാലയളവ് അത് സത്യമാകുന്നു. അതായത് മ്ലേച്ഛത പ്രവർത്തിച്ചതിന് ശേഷം ആലയം വീണ്ടും ആരാധന പുനഃസ്ഥാപിക്കുന്നതായിട്ടുള്ള ആ കാലഘട്ടം. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ബോധം കെട്ടു, കുറെ ദിവസം ദീനമായി കിടന്നു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി. ഞാൻ ദർശനത്തെ കുറിച്ച് വിസ്മയിച്ചു, ആർക്കും അത് മനസ്സിലായില്ല താൻ. ഈ കാലയളവിൽ 2 ദർശനങ്ങളാണ് 7ാമത്തെ അധ്യായത്തിലും 8ാമത്തെ അധ്യായത്തിലും. അതായത് 1ാമത്തെ ആണ്ടിലും 3ാമത്തെ ആണ്ടിലുമായിട്ട് 2 ശക്തമായിട്ടുള്ള ദർശനങ്ങളാണ് ദാനിയേൽ ദർശിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. അവിടെ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ടും ഈ ദർശനങ്ങളെ തനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാതെ വരുന്നതായിട്ടുള്ള ഒരു അനുഭവം കൂടിയായി. അതുകൊണ്ട് അദ്ദേഹം ചില ദിവസങ്ങൾ കിടക്കയിൽ ആയിപ്പോയി. തന്റെ മോർട്ടൽ ബോഡിയിൽ തനിക്ക് ഉൾക്കൊള്ളുവാനായിട്ടോ വഹിക്കുവാനായിട്ടോ കഴിയാത്തതായിട്ടുള്ള അത്ര ഒരു വലിയ ദർശനമാണ് തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അദ്ദേഹം പറയും, ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി. ഏത് രാജാവിന്റെ പ്രവൃത്തിയാണ് നോക്കുന്നത്? ബേൽഷസ്സർ രാജാവിന്റെ പ്രവൃത്തി. ദൈവത്തെ അറിയാതെ, ദൈവ വഴികളിൽ നടക്കാതെ, അവന്റെ പിതാമഹനായിട്ടുള്ള നെബൂഖദ്നേസർ രാജാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചതായിട്ടുള്ള ഒരു രാജാവാണ് ബേൽഷസ്സർ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദർശനത്തെ കുറിച്ച് വിസ്മയിച്ചു, ആർക്കും അത് മനസ്സിലായില്ലതാനും. കാരണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുന്നുണ്ടല്ലോ, പ്രാകൃതന്മാർക്ക് ഇത് മനസ്സിലാവത്തില്ല, ആത്മീയർക്ക് മാത്രമാണ് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദാനിയേൽ എന്ന ദൈവപുരുഷനെ സംബന്ധിച്ചിടത്തോളം ആത്മീയനായിരുന്നത് കൊണ്ട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും ദർശിക്കുവാനും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് കൊണ്ടാണ് തന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരം ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്, പ്രത്യേകിച്ച് തന്റെ ജനം അഭിമുഖീകരിക്കുവാനായിട്ട് നേരിടുവാനായിട്ട് പോകുന്നതായിട്ടുള്ള വലിയ പ്രതികൂലത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിന് അത് വഹിക്കുവാനും സഹിക്കുവാനും കഴിയാത്തതായിട്ടുള്ള ഒരു നിലയിലേക്ക് ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ 8ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നമ്മുടെ മുമ്പിൽ 4 അധ്യായം കൂടിയാണ് ഉള്ളത് എങ്കിൽ പോലും ആ 4 അധ്യായങ്ങള് വളരെ അധികമായിട്ട് ചിന്തിച്ച് പോകേണ്ടത്. 9ാമത്തെ അധ്യായം എന്ന് പറയുന്നത് 70ാമത്തെ ആഴ്ചവട്ടമാണ് കയറി വരുന്നത്. 70ാമത്തെ ആഴ്ചവട്ടത്തെ കുറിച്ചുള്ളതായ മനോഹരമായിട്ടുള്ള പഠിപ്പിക്കലുകളാണ് 9ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ആഴ്ച 9ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടും
70-ാം ആഴ്ചവട്ടത്തെ കുറിച്ചുള്ളതായ കൂടുതൽ പഠനത്തിലേക്ക് പ്രവേശിക്കാനായിട്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ. വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.